വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കാൻ അമേരിക്ക പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻ തൊഴിലാളികളെ സ്വാഗതം ചെയ്യാൻ റഷ്യ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ തൊഴിലാളികൾക്കായി കൂടുതൽ വാതിലുകൾ തുറക്കാൻ ഒരുങ്ങുക തന്നെയാണ് റഷ്യ. ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം അടുത്ത മാസം റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ ഇന്ത്യൻ സന്ദർശന വേളയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. ജനസംഖ്യ കുറയുന്ന സാഹചര്യത്തിലാണ് റഷ്യ തൊഴിൽ ശക്തി വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ റഷ്യയിൽ ഇന്ത്യൻ തൊഴിലാളികൾ നിർമ്മാണ മേഖലയിലും ടെക്സ്റ്റൈൽ മേഖലയിലും ആണുള്ളത്. എന്നാൽ ഇലക്ട്രോണിക്സ്, മെഷീനറി തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവസരം ഒരുങ്ങുന്നത്. അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. ഈ അവസരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ റഷ്യയിൽ ഇന്ത്യക്കാർക്ക് സുരക്ഷിതമായ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുക തന്നെ ചെയ്യും. വരും വർഷങ്ങളിൽ റഷ്യയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഈ കരാർ സഹായിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അടുത്തിടെ ഇന്ത്യയിലും റഷ്യയിലെയും തൊഴിൽ മന്ത്രിമാർ ദോഹയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ തൊഴിലാളികൾ റഷ്യയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയിൽ വളർന്നു വരുന്ന ഇന്ത്യൻ സമൂഹം ഭാവിയിൽ ഇന്ത്യ-റഷ്യ ബന്ധത്തിൻ്റെ പ്രധാന അടിത്തറയായി മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് ഏകദേശം 14,000 ഇന്ത്യക്കാർ റഷ്യയിൽ താമസിക്കുന്നുണ്ട്. ഇന്ത്യൻ വംശജരായ 1,500 അഫ്ഗാൻ പൗരന്മാരും ഇവിടെയുണ്ട്. ഇതുകൂടാതെ 500 ഇന്ത്യൻ ബിസിനസ്സുകാർ റഷ്യയിലാണ് താമസിക്കുന്നത്. തേയില, കാപ്പി, പുകയില, ഫാർമസ്യൂട്ടിക്കൽസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, പാദരക്ഷകൾ, ഗ്രാനൈറ്റ്, IT സേവനങ്ങൾ, ടെക്സ്റ്റൈൽസ് എന്നീ മേഖലകളിലായി ഏകദേശം 300 ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ ഉണ്ട്. 2025 അവസാനിക്കുമ്പോൾ റഷ്യൻ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം 70,000-ലധികം ഇന്ത്യക്കാർക്ക് റഷ്യയിൽ ജോലി ചെയ്യാൻ അവസരം ഒരുങ്ങുന്നതായിരിക്കും. ഇന്ത്യ-റഷ്യ സാമ്പത്തിക സഹകരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ തൊഴിലാളികൾക്കും റഷ്യയിൽ മികച്ച ജോലി സാധ്യതകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് റെക്കോർഡ് അളവിലാണ് വജ്രങ്ങളും സ്വർണ്ണങ്ങളും ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിലേക്കുള്ള റഷ്യൻ വജ്ര ഇറക്കുമതി ഈ വർഷം ഓഗസ്റ്റിൽ $31.3 മില്യൺ വിദ്യാഭ്യാസത്തിനായി ഏകദേശം 4,500 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ റഷ്യയിലുള്ളത്. ഇതിൽ 90% പേരും മെഡിക്കൽ കോഴ്സുകളാണ് പഠിക്കുന്നത്. എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക് ഡിസൈൻ, കമ്പ്യൂട്ടർ സയൻസ്, ട്രാൻസ്പോർട്ട് ടെക്നോളജി, മാനേജ്മെൻറ്റ്, കൃഷി, ധനകാര്യം എന്നീ വിഷയങ്ങൾ പഠിക്കുന്നവരും ഉണ്ട്. അമേരിക്ക ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകൾക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കുമ്പോഴാണ് റഷ്യ അവസരങ്ങൾ നീട്ടുന്നത്.